നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നിറയെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കേരള സർവകലാശാലയിലെ മൂപ്പിളമ തർക്കവും ചക്രത്തിൽ പോരുമൊക്കെ തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയൊക്കെ അങ്ങേയറ്റം തുലാസിലാക്കുന്നു എന്നൊക്കെ നാല് സൈഡിൽ നിന്നും മുറവിളിയൊക്കെ ഉണ്ടായിട്ടും അതിനോട് മുഖം തിരിഞ്ഞു നിന്ന് താൻ വലുത് എന്ന നിലപാടിൽ തന്നെ തുടരുകയാണ് VCയും രജിസ്ട്രാറും ഗവർണറും ഒക്കെയും. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കീം വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വരാനിരിക്കുന്നു. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങേയറ്റം ആശങ്കയിലും പ്രതീക്ഷയിലും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം CBSE വിദ്യാർത്ഥികളും മാത്രമല്ല നിമിഷപ്രിയയുടെ മോചനം കഴിഞ്ഞ ദിവസമേറെ ആശ്വാസമുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ അതിൽ പൂർണ്ണമായൊരു ആശ്വസിക്കാൻ എന്ന ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങളെത്താൻ ഇനിയും കടമ്പകൾ കുറച്ച് കടക്കേണ്ടതുണ്ട്. ദിയാദനം സംബന്ധിച്ച കാര്യങ്ങളിലൊന്നും ഇനിയും തീരുമാനമായിട്ടില്ല. നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ സമ്മർദ്ദമെല്ലാം എന്തായാലും ഭരണകൂടത്തിന് യമൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ അവിടുത്തെ കോടതിക്ക് മേൽ ഉണ്ട്. നമുക്ക് വരും മണിക്കൂറുകളിൻ്റെ വിശദാംശങ്ങൾ അറിയാം. മഴയാണ്, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. തലക്കെട്ടുകൾ. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് VC പോര് തുടരുന്നു. രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം നിഷേധിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ്. ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിനായി സർക്കാർ നൽകിയ പട്ടിക പരിഗണിക്കാതെ രാജ്ഭവൻ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയേക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇന്നും നിർണായക ചർച്ചകൾ. ദിയാധനത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ നിലപാട് നിർണായകം. സംസ്ഥാനത്ത് വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചൽ പ്രദേശിൽ മരണം 100 കടന്നു. ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്കൊരാണ്ട്. മലയാളികളുടെ മനസ്സിൽ നോവായി അർജുൻ. തിരച്ചിൽ ദൗത്യം നീണ്ടത് 72 ദിവസം. പൊലിഞ്ഞത് 9 ജീവനുകൾ. 2 പേർക്കായി ഇന്നും കാത്തിരിപ്പ്. കീം ഹർജികൾ എന്ന സുപ്രീം കോടതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നത് ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ച്. പ്രവേശന നടപടികളുമായി മുന്നോട്ടെന്ന് സർക്കാർ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നുകൂടി മാത്രം. മറ്റന്നാൾ ആദ്യഘട്ട അലോട്ട്മെന്റ്. സമരം പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രിയുടെ ചർച്ച ഇന്ന്. വിദ്യാർത്ഥി കൺസെഷൻ വർധനവ് പ്രധാന ആവശ്യം. സംയുക്ത സമരസമിതി നേതാക്കളും ഗതാഗത കമ്മീഷണറും ചർച്ചയ്ക്ക്. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോര് തുടരുകയാണ്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം തടയാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ലെന്ന് സിൻഡിക്കേറ്റ് ആവർത്തിച്ച് പറയുന്നു. അതിനിടെ ഗവർണറുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിന് ലിസ്റ്റ് സർക്കാർ കൈമാറി. എങ്കിലും വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാജ്ഭവൻ. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഈ സൂചിപ്പിച്ചതുപോലെ VC രജിസ്ട്രാർ പോര് എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എത്രയോ 2500-ലധികം വിദ്യാർത്ഥികളുടെ ഭാവിയടക്കം ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷവും ഒരു മൂപ്പിളമ തർക്കവും ചക്രത്തിൽ പോരുമൊക്കെ ഇത് കാണുന്ന ജനങ്ങളെ അവർക്ക് മുന്നിൽ അപഹാസ്യരാക്കുന്ന തലത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നു. വിവേക ബുദ്ധിയോടുകൂടി ഇത് പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു സാഹചര്യമൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും സ്വപ്ന, സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോരിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നേരത്തെ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയായിരുന്നു സിൻഡിക്കേറ്റ് രംഗത്തെത്തിയതെങ്കിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയും യുവജന സംഘടനകൾ ഉൾപ്പെടെയും വൈസ് ചാൻസലർക്കും ഗവർണർക്കുമെതിരെയുള്ള പോര് സംസ്ഥാനത്ത് ശക്തമാക്കിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്ട്രാറിന്റെ ഔദ്യോഗിക വാഹനം വൈസ് ചാൻസലർ തടഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നലെ ഉണ്ടായ ഡെവലപ്മെന്റ്. എങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് വന്നിരിക്കുന്നത് വൈസ് ചാൻസലർക്ക് അതിനുള്ള അധികാരമില്ല എന്ന് സിൻഡിക്കേറ്റ് പറയുകയാണ്. സിൻഡിക്കേറ്റിനാണ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ അധികാരം ഉള്ളത് എന്നതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നത്. നേരത്തെ മുതൽ തന്നെ സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ
സാഹചര്യത്തിൽ വൈസ് ചാൻസലറുടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോര് തന്നെയാണ് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായി നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ 2 രജിസ്ട്രാർമാരുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന പേരും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് തന്നെയുണ്ട്. കാരണം മിനി കാപ്പനും അതുപോലെ തന്നെ ഡോക്ടർ KS അനിൽകുമാർ ഉൾപ്പെടെയുള്ള 2 പേരാണ് 2 കസേരകളിലെ ഇരുന്നു കൊണ്ട് രജിസ്ട്രാറുടെ നടപടിക്രമങ്ങൾ നടത്തുന്നത്. എന്നാൽ വൈസ് ചാൻസലർ ഒരു കാരണവശാലും ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അനിൽകുമാർ ഈ വൈസ് ചാൻസലറുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്നവണ്ണം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയും ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഫയൽ നീക്കമടക്കം നടത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നേരത്തെ തന്നെ അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റരുതെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതും മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫീസിനുള്ളിലേക്ക് കടന്ന് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വാഹനം നൽകരുത്, ഔദ്യോഗിക വാഹനം നൽകരുത് എന്ന ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസർക്ക് അത്തരമൊരു ഉത്തരവ് വൈസ് ചാൻസലർ നൽകുകയായിരുന്നു. വാഹനത്തിന്റെ താക്കോൽ ഉൾപ്പെടെ വാങ്ങി സൂക്ഷിക്കണമെന്ന കാര്യം ഉൾപ്പെടെ നൽകിയിരുന്നു. അതിനുള്ള മറുപടി എന്ന വണ്ണമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ വാഹനം തടഞ്ഞു വെക്കാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല എന്ന ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പോരിലേക്ക് നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർക്കെതിരെയുമുള്ള രൂക്ഷമായ മാർച്ചടക്കം യൂണിവേഴ്സിറ്റിയിലേക്ക് SFIയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നടത്തുകയും ചെയ്തു. അതിന്റെ ബാക്കി എന്ന വണ്ണം ഇന്നും ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്താൻ സാധ്യതയുണ്ട്. ഇന്നും ഔദ്യോഗിക വാഹനത്തിൽ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് കൂടുതൽ വൈസ് ചാൻസലറെ ചോദ്യം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അത് ഏത് തരത്തിലായിരിക്കും വൈസ് ചാൻസലർ എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക നിയമപരമായ നടപടിയിലേക്ക് വൈസ് ചാൻസലർക്ക് നീങ്ങാൻ കഴിയും. എന്നാൽ സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് നിയമപരമായ പോരാട്ടവും ഒക്കെ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നറിയില്ല. ഒപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമി ലിസ്റ്റൊക്കെ സർക്കാർ കൈമാറിയിട്ടുണ്ട്. പക്ഷേ രാജ്ഭവൻ ഒരു അനക്കമില്ല, സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലേക്കാണ്. തീർച്ചയായും ഇത്തരത്തിൽ നമുക്കറിയാം KTU സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കെതിരായുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ ചടുലമായൊരു നീക്കം എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് തിരിച്ചടി നേരിടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുന്നു. ഈ സർക്കാർ നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതേ സമയത്ത് തന്നെ ഇപ്പോൾ സർക്കാർ പുതിയ പട്ടിക 3-അംഗ പാനൽ പട്ടികയാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ R സജീവ് എന്നിവർ ഉൾപ്പെടുന്ന പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് സർവകലാശാലയുടെ VC പട്ടികയായി സർക്കാർ കൈമാറിയിട്ടുള്ളത്. താൽക്കാലിക VCമാരുടെ ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല, ഈ 2 സർവകലാശാലകളിലേക്കുള്ള താൽക്കാലിക VCമാരുടെ പട്ടികയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ തന്നെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പട്ടിക സർക്കാർ കൈമാറുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഹൈക്കോടതി ഗവർണറുടെ അപ്പീൽ തള്ളിയ സാഹചര്യത്തിലാണിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോകുന്നത്. അതിനാൽ തന്നെ ഒരു പക്ഷേ ഈ പട്ടിക കൈമാറുന്ന നടപടി സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് തന്നെ മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയതിനാൽ തന്നെ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇത് എത്രത്തോളം ഈ പട്ടികയിൽ നിന്നും ആളുകളെ നിയമിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഇനി കാണേണ്ടത്. ഈ പട്ടികയിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ എത്രത്തോളം ഒരുങ്ങും എന്ന് തന്നെയാണ് നമ്മൾ ഇനി വരും മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ കാണേണ്ടത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ നമ്മൾ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ കാത്തിരുന്നതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ. അത് എന്ത് ആകും, എന്ത് സംഭവിക്കും? ഇന്നിപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ദിവസം പുലരുമ്പോൾ അവർ ആ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടേക്കാമെന്ന സാഹചര്യം അങ്ങേയറ്റം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉച്ചവരെയൊക്കെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും നിർണായക നിമിഷങ്ങളുമൊക്കെ എണ്ണി കഴിയുകയായിരുന്നു. എന്തായാലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരും. വധശിക്ഷ നീട്ടിവെച്ചു എന്നതിനപ്പുറം അത് മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ശിക്ഷയിൽ
അപ്പോൾ അത് സംബന്ധിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള രീതിയിലുള്ള ചർച്ചകളും ഒന്നും പുറത്തു വരുന്നില്ല. എന്തായാലും ഈ ദിയാദനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് തുടരും. അതിൽ അന്തിമഘട്ടത്തിൽ അതിലൊരു തീരുമാനത്തിൽ എത്തണം. മാത്രമല്ല ഈ മരിച്ച കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അനുനയ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും, ഇതൊക്കെ ഇനി കാത്തിരുന്ന് അറിയേണ്ടതാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യമൻ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചകളാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതിയുള്ള യമനിൽ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു അനുനയ നീക്കം അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണ്. എന്നാൽ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് മധ്യ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ പ്രത്യേകിച്ച്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സ്വപ്ന, രാജസ്ഥാനും ഝാർഖണ്ഡിനും മുകളിലും വന്നിട്ടുള്ള ന്യൂനമർദ്ദം അതിതീവ്ര മഴയായി കേരളത്തിലേക്കും എത്താൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ്, ഒപ്പം തന്നെ എറണാകുളം, തൃശൂർ, ഇടുക്കി ഇങ്ങനെ 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. നാളെ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അലർട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. യെല്ലോ അലർട്ടാണ് ബാക്കി 5 ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾ, വടക്കൻ കേരളത്തിലെ ജില്ലകളെല്ലാം തന്നെ മഴ രാവിലെ മുതൽ അതിശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീരദേശ മേഖലയിലും അതീവ ജാഗ്രത തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും ജാഗ്രതയുണ്ട്. തീരദേശ മേഖലയിൽ ജാഗ്രത നൽകുമ്പോൾ പ്രധാനപ്പെട്ടത് 55 കിലോമീറ്റർ വേഗതയിൽ തന്നെ കടലിലും മറ്റ് തീരമേഖലയിലെല്ലാം തന്നെ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിലുള്ള സാധ്യത സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഇപ്പോൾ തുടരുകയാണ്. കൂടുതൽ ദിവസങ്ങൾ, ഈ വരുന്ന ദിവസങ്ങൾ 5 ദിവസത്തേക്കാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിശക്തമായ മഴ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലേക്കും എത്തുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ഈ പറഞ്ഞ ശക്തമായ മഴയാണ്. എല്ലാവരും സുരക്ഷിതരായി ജാഗ്രതയോടെ ഇരിക്കുക. ഉത്തരേന്ത്യയിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരണം 100 കടന്നു. 350-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ചമ്പൽ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മലയാളികൾക്ക് മറക്കാനാകാത്ത സമാനതകളില്ലാത്ത രക്ഷാദൗത്യം നടന്ന ഷിരൂർ മണ്ണിടിച്ചിലിന് ഇന്ന് 1 വർഷം തികയുകയാണ്. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഉൾപ്പെടെ 9 പേർക്കാണ് കഴിഞ്ഞ വർഷം ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും ഗംഗാവലി പുഴയിലെ അതിശക്തമായ ഒഴുക്കിലും ജീവൻ നഷ്ടമായത്. ഷിരൂർ വെറുമൊരു സ്ഥലപ്പേരല്ല, ഒരാളുടെ ജീവന് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നടത്തിയ രക്ഷാദൗത്യത്തിന്റെ ഉദാത്ത മാതൃകയാണത്. അപകട സ്ഥലത്ത് നടത്തിയ 72 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഈ ദുരന്തത്തിൽപ്പെട്ട 2 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല എന്നത് തീരാ ദുഃഖമായി അവശേഷിക്കുന്നു. 2024 ജൂലൈ 15 രാത്രിയായിരുന്നു കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിലേക്കുള്ള ദേശീയപാതയുടെ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. ആ സമയത്ത് അതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനങ്ങൾ പുഴയിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായി. ചിലർ കുടുങ്ങിയതായി സംശയമെന്ന വാർത്ത മാത്രമാണ് ആദ്യം വന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറം ലോകം അറിഞ്ഞു. അർജുന്റെ ഫോണിൽ നിന്ന് ലഭിച്ച സിഗ്നൽ പ്രദേശം പരിശോധിച്ചപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. ദേശീയപാതയിൽ നിന്ന് കാണാതായ ലോറിയെ അടിസ്ഥാനമാക്കി 3 ഘട്ടങ്ങളിലായാണ് തിരച്ചിൽ നടന്നത്. ഇടയ്ക്ക് മഴ അതിശക്തമായതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പിന്നീട് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും സിദ്ധരാമയ്യയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് 3ാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചത്. 72ാം ദിവസം പുഴയുടെ അഴിമുഖത്ത് നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറി ക്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിച്ചു. ലോറിയുടെ ഉള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്തി. DNA പരിശോധനയിലൂടെ അത് അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ഷിരൂർ മുതൽ കോഴിക്കോട് വരെ അർജുന്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് യാത്രാമൊഴി നൽകാനായി എത്തിയത്. ലോറി ഉടമ മനാഫ്, കാർവാർ MLA സതീഷ്, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ, മഞ്ചേശ്വരം MLA AK അഷ്റഫ് തുടങ്ങി
ശിരൂരിൽ തിരച്ചിലിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച നിരവധി പേരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കീം ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിലാണ്. റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വാദം കേൾക്കുന്നത് ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ്. അതേസമയം CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും കോടതിക്ക് മുന്നിലുണ്ട്. സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നായിരുന്നു കേരള സിലബസ് വിദ്യാർത്ഥികളുടെ വാദം. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപാണ് മാറ്റം വരുത്തിയതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും CBSE വിദ്യാർത്ഥികളുടെ അഭിഭാഷകനും വാദിച്ചു. അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 3:30 മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. ഈ മാസം 22-ാം തീയതി മുതൽ ബസ് ഉടമകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ ₹1 ടിക്കറ്റ് നിരക്ക് മിനിമം ചാർജ് 5 രൂപയാക്കി ഉയർത്തുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഈ മാസം 7-ന് സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തുകയും ചെയ്തിരുന്നു. കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന കവർച്ചാ സംഘത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക്. തമിഴ്നാട്ടിൽ നിന്ന് കാർ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ദൃശ്യങ്ങളിൽ പനങ്ങാട് പോലീസ് പിടിച്ച കണ്ടെയ്നർ ലോറിയും തമിഴ്നാട്ടിൽ നിന്ന് കവർച്ച ചെയ്ത കാർ ചെക്ക് പോസ്റ്റിൽ കടത്താൻ ശ്രമിച്ചു. കണ്ടെയ്നർ ലോറിക്കൊപ്പം സംഘം തട്ടിയെടുത്ത AP16 FJ 608 എന്ന നമ്പർ കാറുമുണ്ട്. കൊച്ചിയിൽ പിടിയിലായത് രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പേരാണ്. ATM കവർച്ചാ സംഘമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലിരിക്കെ ഒരു പ്രതി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച് പിന്നീട് പോലീസിന്റെ പിടിയിലായിരുന്നു. ഊട്ടിയിൽ നിന്ന് കാർ കടത്തിക്കൊണ്ടുവരുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കണ്ടെയ്നർ ലോറി പിടികൂടിയത്. ഇന്ന് ലോക പാമ്പ് ദിനമാണ്. എന്താണെന്നല്ലേ, ഈ കൃത്യമായ ചികിത്സ തേടുന്നതിലെ കാലതാമസവും തെറ്റിദ്ധാരണകളും മൂലം പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായി പഠനങ്ങൾ പറയുകയാണ്. ഇത്തരം മരണങ്ങൾ തടയാൻ പ്രത്യേക കർമ്മ പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കൊച്ചി അമൃത ആശുപത്രി. ആഗോളതലത്തിൽ ഓരോ വർഷവും 1 ലക്ഷത്തിനടുത്ത ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ അതിൽ പകുതിയും ഇന്ത്യയിൽ നിന്നാണ് എന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ഒരു വർഷം 58,000 പേർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തെ മനസ്സിലാക്കിയ ലോകാരോഗ്യ സംഘടന 2030 പാമ്പ് കടിയേറ്റുള്ള മരണം 50% കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനെ സെന്റർ ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ചായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമബംഗാൾ, അസം, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ കൃത്യമായി ചികിത്സാ പദ്ധതിയും സാമൂഹ്യ അവബോധവും സൃഷ്ടിച്ച് പാമ്പ് കടിയേറ്റുള്ള മരണം 0-ലെത്തിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. WHO കുറച്ചു വർഷം മുമ്പ് സ്നേക്ക് ബൈറ്റ് പ്രിവെന്റ് ചെയ്യാനും തടുക്കാനും ഒരു 4 പില്ലേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടായി. ആ 4 പില്ലേഴ്സ്, ഒന്ന് കമ്മ്യൂണിറ്റി എംപവർമെന്റ്, രണ്ടാമത്തെ കമ്മ്യൂണിറ്റി അവയർനെസ്, മൂന്നാമത്തെ സ്ട്രെങ്തനിങ് ഹെൽത്ത് സിസ്റ്റംസ്, നാലാമത്തെ കൊലാബറേഷൻ. അപ്പോൾ ഈ 4 പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ചിന്റെ പദ്ധതി നമ്മൾ രൂപീകരിച്ചേക്കുന്നത്. ഓരോ പഞ്ചായത്തിലും പാമ്പുകളെക്കുറിച്ച് കൃത്യമായി പഠിച്ച 3 പേരടങ്ങുന്ന സർപ്പമിത്ര ടീമിനെ ഉണ്ടാക്കുക. തുടർന്ന് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായ ചികിത്സാ സംവിധാനം ഉറപ്പാക്കൽ, ആരോഗ്യ പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പദ്ധതി പുരോഗമിക്കുക. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി നടത്തിയ ബോധവൽക്കരണത്തിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പാമ്പുകടിയേറ്റ് പ്രതിവർഷം 100-ലധികം ആളുകൾ മരണമടഞ്ഞതിൽ നിന്ന് മരണസംഖ്യ 40 കുറയ്ക്കാൻ സാധിച്ചു. ഇത് 0-ലെത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അമൃത ആശുപത്രിയുടെ പ്രവർത്തനം. അമൃത ന്യൂസ്, കൊച്ചി. കാർഷിക മേഖലയ്ക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കൂൺ കൃഷിയിലൂടെ വിജയം നേടിയ ഒരു അച്ഛനും മകനുമുണ്ട്. കൂൺ കൃഷി വീട്ടിൽ തന്നെ ആരംഭിച്ച് നല്ല വരുമാനമുണ്ടാക്കുന്ന യുവകർഷകൻ വിഷ്ണുവും അച്ഛൻ വേണുവും. ആ വിശേഷങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ കൂടി കൂൺ കൃഷിയിലേക്ക് നയിച്ചേക്കാം. ആ കൃഷി വിശേഷങ്ങൾ. കാർഷിക മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കൂൺ കൃഷിയിലൂടെ വ്യത്യസ്തരാവുകയാണ് ഒരു അച്ഛനും മകനും. യുവ കർഷകൻ വിഷ്ണുവും അച്ഛൻ വേണുവുമാണ് കൂൺ കൃഷിയെ ആലപ്പുഴയിൽ സജീവമാക്കുന്നത്. എന്ത് കൃഷി ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് കൂൺ കൃഷി എന്ന ആശയം ഉദിക്കുന്നത്. 2 വർഷമാണ് കൃഷി തുടങ്ങിയിട്ട്. ആദ്യമേ നമ്മൾ യൂട്യൂബും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെയാണ് ഒരു കൃഷിയിലേക്ക് ഇത്രയും ഇതായി. പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എന്ത് കൃഷി വേണം എന്നുള്ളത് ചിന്തിച്ച് വന്നപ്പോഴാണ് മഷ്റൂമിൻ്റെ കാണുന്നത്. അപ്പോൾ അങ്ങനെ മഷ്റൂമിലേക്ക് ഇറങ്ങിയാണ്. ആദ്യമേ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കി.
വീട്ടാവശ്യങ്ങൾക്കായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് വിപുലീകരിക്കാമെന്നുള്ള രീതിയിൽ ഷെഡിലേക്ക് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാത്തൊരു കൃഷിയാണ്. അപ്പോൾ അങ്ങനെ അധികം എല്ലാവരും ഇപ്പോൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കൃഷി ആയതുകൊണ്ട് തന്നെയാണ് നമ്മളതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോണ്. അത്യാവശ്യം വിളവ് കിട്ടുന്നുണ്ട്. കടകളിൽ സെയിലുണ്ട്. കുഴപ്പമില്ലാതെ അങ്ങനെ പോണ് കൃഷി. പിന്നെ കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ നോക്കുന്നത് അച്ഛനും ഞാനും കൂടിയാണ്. വിളവെടുപ്പും കാര്യങ്ങളും സെയിലിൻ്റെ കാര്യത്തിനായിട്ട് ഞാനും അച്ഛനുമായിട്ടാണ് പോകുന്നത്. മെയിനായിട്ട് ചെയ്തു തുടങ്ങിയത് ചിപ്പിക്കൂണിയിലാണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ചിപ്പിക്കൂൺ നമ്മുടെ ഈ മഴക്കാലത്താണ് കൂടുതലും നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് കിട്ടണത്. ചൂടായിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ചൂട് സമയം തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ പാൽക്കൂണിലേക്ക് മാറി പാൽക്കൂണും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പാൽക്കൂണും ചിപ്പിക്കൂണും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ചിപ്പിക്കൂണാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് അടുത്ത പാൽക്കൂണ് ചെയ്തു തുടങ്ങും. നമ്മൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റായിട്ട് നിലനിർത്തി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സോസ്റ്റ് ഫാൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 നേരം വെച്ച്. അത് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ പരിചരണം, പിന്നെ ഇത് സ്പ്രേയിങ്ങും ഇതേ ഉള്ളൂ. പിന്നെ ബെഡ് കെട്ടണ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. വരുമാനം എന്ന് പറയാനത്ത് നമുക്കിപ്പോൾ പുറത്ത് ഒരാളുടെ ജോലിക്ക് പോയാൽ കിട്ടുന്ന ഒരു 1000, 1200 ആ ഒരു റേഞ്ചിൽ തന്നെ ഇപ്പോൾ ഒരാളാണ് സ്ഥിരമായിട്ട് നിന്ന് നോക്കുന്നത്. നമുക്ക് ആ ഒരു റേഞ്ച് ഡെയിലി വെച്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഒരാൾക്ക്. നമ്മളധികം ഇല്ല, ഒരു 10-200 ബെഡിൻ്റെ അകത്തേ നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ഡെയിലി ഒരാൾക്ക് കിട്ടുന്ന ഒരു വരുമാനം പുറത്ത് സാധാരണ ഒരു ദിവസം കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ച് നമുക്ക് കിട്ടി പോകുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം 2 നേരം വെച്ച് വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ വിളവെടുപ്പിന് ശേഷം അത് കട്ട് ചെയ്ത് പാക്ക് ചെയ്താണ് രാവിലെ തന്നെ പോകുന്നത്. നല്ലൊരു കൃഷി തന്നെയാണ് നമ്മുടെ കൂൺ കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്ത് വരുന്നുണ്ട്. പഞ്ചായത്ത് കീഴിലാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിലാണെങ്കിൽ ഒരുപാട് സ്കീമുകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുതിയ ആൾക്കാരെ ചെയ്യിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തും കൃഷി വകുപ്പും ഒരുപാട് ഇതിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗവും കൃഷി വകുപ്പിൻ്റെ ഭാഗവും എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആദ്യമേ ചെയ്യാൻ നേരത്ത് തന്നെ നമ്മളതൊരു വലിയൊരു കൃഷിയായിട്ട് ചെയ്യരുത്. ആദ്യമേ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് ഒരു 10 ബെഡ് ഒരു 50 ബെഡ് ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്ത് നോക്കി നമ്മളത് പതിയെ നമ്മളത് വലുതാക്കണമായിരിക്കും കൃഷി ഏറ്റവും നല്ലത്. നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു കൃഷി വിപുലമായിട്ട് ചെയ്ത് ഒരു 1000 ബെഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഭയങ്കര വിഷയമായിട്ട് വരും. കാര്യം ഏറ്റവും കൂടുതൽ ഈ കൂൺ കർഷകർ നേരിടുന്നത് മാർക്കറ്റിങ്ങിൽ തന്നെയാണ്. കാര്യം കടകളിൽ കൊടുക്കാനും നമുക്ക് നാട്ടിൻപുറങ്ങളിലാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള അറിവ് ആൾക്കാർക്കില്ല. അപ്പോൾ ഇപ്പോഴും വിഷക്കൂണാണ് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ആണ് ആദ്യമേ നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് കടകളും മാർക്കറ്റിങ്ങും ഒക്കെ ആയിക്കഴിഞ്ഞ് ഒരു വലിയ രീതിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫാമിൻ്റെ ഇച്ചിരി വിപുലീകരിക്കാനായിട്ടുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈടെക്കിലേക്ക് നോക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഷെഡിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഒരു വർഷത്തിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല വിളവ്. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയുടെ ചേഞ്ച് അനുസരിച്ച് നമുക്ക് അതിൻ്റെ വിളവ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് കടകളിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഡെയിലി നമുക്കത് കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഷെഡിൻ്റെ ഹൈടെക് ഷെഡിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന കൂൺ കൃഷിയെ കൂടുതൽ വികസിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് വിഷ്ണുവും അച്ഛൻ വേണുവും. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കായികവാർത്തകളിലേക്കാണ്. ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാണ്. സതാംപ്ടണിൽ വൈകിട്ടാണ് മത്സരം നടക്കുക. 2020 പരമ്പരയിൽ ചരിത്ര ജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം ഇറങ്ങുന്നത്. ഏകദിനത്തിലും ഈ വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ഇനി ബിസിനസ് വാർത്തകളിലേക്കാണ്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൽ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ?
പ്രവർത്തന ഫലം വേണ്ടത്ര പുരോഗമിക്കാത്ത, ഒപ്പം തന്നെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കയും US വിപണി എന്നതിനെ നഷ്ടത്തിലാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിലും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ കുറച്ചു ദിവസമായ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇവിടെ പണപ്പെരുപ്പ് നിരക്ക് 6 വർഷത്തെ കുറഞ്ഞ നിലവാരത്തിലേക്ക് താഴ്ന്നതും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും വിപണിയിൽ നിക്ഷേപം തുടങ്ങിയതുമാണ് വിപണിയെ ഇന്നലെ പ്രോത്സാഹിപ്പിച്ചത്. വരും ദിവസങ്ങളിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ പ്രധാനമായും സ്വാധീനിക്കുക. ഒപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും, പ്രത്യേകിച്ചും റിസർവ് ബാങ്ക് അടുത്ത മാസം പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞ സ്ഥിതിയിൽ വീണ്ടും പലിശ നിരക്കുകൾ കുറച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ബാങ്കിംഗ് മേഖലയിലെ പ്രധാന ബാങ്കുകളുടെ പ്രവർത്തന ഫലങ്ങൾ ഈ ആഴ്ച വരാനിരിക്കുന്നു. ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ പ്രവർത്തന ഫലങ്ങളും വരും ദിവസങ്ങളിൽ ബാങ്കിംഗ് മേഖലയിലെ നീക്കത്തിൽ നിർണായകമായി സ്വാധീനിച്ചേക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിൽ കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻനിര സൂചിക നിഫ്റ്റിയുടെ 25,200 എന്ന നിലവാരം തന്നെയാണ് പ്രധാനം. ആ നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. സ്വപ്ന. നന്ദി ശ്രീധലി. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.